പിന്നെ എൻ്റെ യൂട്യൂബിലുള്ള എല്ലാ ഫ്രണ്ട്സുകളോടും ഞാൻ ഇന്ന് 16-ാം തീയതി ഇവിടെ വന്നപ്പോൾ ഇത് മേടിക്കാൻ വേണ്ടി ഇത് ഏതായാലും ഞാൻ ഗ്യാസിൻ്റെ പൈപ്പ് മേടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എല്ലാവരോടും പറയാം ഇതിപ്പോൾ ഞാൻ മേടിച്ചിട്ടുണ്ട്. മാഡം ഈ ചില കോളിക്കേറ്റിക്കാതെ പൈസ ഇതാണ് സംഭവം. ഇത് ഞാൻ ഈ കമ്പനിയുടെ മേടിച്ചിരിക്കുകയാണ്. ഇതിന് ഇവർ 3,300 बोल रहा था ना 31 ഇല്ല പല 3,300 बोला 3,300 പറഞ്ഞ് ലാസ്റ്റ് 3,100 റുപ്യക്ക് തരാൻ. ഇതിലെന്താ സംഭവം എന്നറിയോ? ഇതിൽ നമ്മൾ അലുമിനിയം സ്റ്റീല് ഏത് പാത്രമാണെങ്കിലും ഇതിൻ്റെ മുകളിൽ വെക്കാം. പക്ഷേ ഇത് സ്റ്റീലിൻ്റെ മാത്രമേ ഇത് വെക്കാൻ പറ്റുള്ളൂ. 2000 വാട്ട്സ്, ഇത് 2200 വാട്ട്സിൻ്റെയാണ്. അപ്പോൾ ഇതെല്ലാം സാധനം ഉണ്ട്. അതൊക്കെ അതിൻ്റെ കൂടെ തന്നാ തോന്നുന്നത്. അപ്പോൾ ഞാൻ ഇത് നല്ലൊരു സാധനമാണ്. എൻ്റെ വീട്ടിൽ ഞാൻ അതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. കറണ്ട് ബില്ല് നല്ല നിറവുണ്ട്. അത് നോക്കിയിട്ട് കാര്യം അവനവൻ്റെ കാര്യങ്ങൾ നടക്കണം. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഇന്ന് 16/9/2025 ഞാൻ വീഡിയോ എടുത്ത് വിടുകയാണ്. എന്തായാലും ഇവിടേക്ക് വന്നതിൻ്റെ ഇവിടേക്ക് റേറ്റ് കുറവാണ്. ഇതിലും റേറ്റ് കുറവാണ്. ഇവിടെ കടലാസിൽ എഴുതി ചിന്തയൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത് സ്റ്റീലിൻ്റെ മാത്രം വെക്കാനുള്ളതിൻ്റെ വിലയാണ് 12 വോൾട്ടിൻ്റെ 1,700 റുപ്യ. അല്ല 1,200 വോൾട്ടിൻ്റെ, പിന്നെ 1,600 വാട്ട്സിൻ്റെ 2,000 റുപ്യ, പിന്നെ 2,000 വാട്ട്സിൻ്റെ 2,750. അത് സ്റ്റീലിൻ്റെ ഒക്കെ മാത്രം വെക്കാൻ പറ്റിയത്. ഇതിൽ എന്ത് പണ്ടാറമാണെങ്കിലും വെക്കാൻ കണ്ടില്ല. അപ്പോൾ ഇന്നെ ഇഷ്ടപ്പെടുന്നവർ എനിക്ക് ലൈക്ക് ചെയ്തേര്, സബ്സ്ക്രൈബ് ചെയ്തേര്. ലൈക്ക് ആകെ 5 എണ്ണം 3 എണ്ണം കിട്ടും. അതുകൊണ്ട് എന്താ വേണം പൊന്നാര മക്കളെ, ആൾക്കാർ കണ്ട മോശമാണതൊക്കെ. ഇങ്ങനെ റോട്ടും കൂടെ നടക്കാം ആൾക്കാരെ മുന്നിൽ വളരെ മോശപ്പെട്ടെ. 10 ലൈക്കാ. ഈ 10 ലൈക്ക് കൊണ്ടൊക്കെ നിങ്ങളൊന്ന് ആലോചിക്കുക. എന്തെങ്കിലും എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് കുറച്ച് സബ്സ്ക്രൈബ് ആക്കി ലൈക്ക് ആക്കി ചെയ്തേര്. എന്തായാലും ഇത് ഇവിടെ വെക്കുകയാണ്. ഓക്കെ പണ്ട് ഇത് എൻ്റെ യൂട്യൂബിലുള്ള എൻ്റെ എല്ലാ ഫ്രണ്ട്സുകൾക്കും ഞാൻ വിട്ടുതരികയാണ്. ഇത് ബോംബെൻ്റെ മാർക്കറ്റാട്ടാ. ഇവിടെ കംപ്ലീറ്റ് എന്താപ്പം ഇതിനൊക്കെ പറയിക്കത് പറയാനും കിട്ടണില്ല അല്ലേ. ഇവിടെ ഏത് വല്ല പാത്രമാണെങ്കിലും ഇവിടെ കിട്ടും. ഇവിടെ നിന്ന് ഭയങ്കര പരിപാടിയാണ്. ആ കരിക്കിൻ്റെ കച്ചവടം. കരിക്ക് ഇവിടെ കംപ്ലീറ്റ് മാർക്കറ്റാട്ടോ. അതാണ് ഞാൻ പറഞ്ഞ ആ കരിക്കിൻ്റെ കച്ചവടം ഉണ്ടല്ലോ. നിങ്ങൾ പൊന്നാര എൻ്റെ 9,000 സബ്സ്ക്രൈബ് നിങ്ങളാണ് എനിക്ക് ചെയ്തത്. 9,000 സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞാൽ ഇതാ പോണേ ആ ദൈവത്തിന് ഇതാ ഈ ഇല. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയപ്പോൾ ഞാൻ എൻ്റെ ഒരുപാട് പണി ഒഴിവാക്കിയിട്ടാണ് വരുന്നത്. എനിക്ക് വണ്ടി കാലിയാക്കാണ്ട് കച്ചറ കൊണ്ടുവരാണ്ട്. അപ്പോൾ ഞാൻ എത്ര ദൂരത്തപ്പോൾ ഈ വണ്ടി ഓടിച്ച് വരുന്നതെന്ന് അറിയോ? ഇവിടെ മുമ്പാദേവി കൽവാദേവി അവിടെയാണിത്. കൽവാദേവി എന്ന സ്ഥലത്താണ് കണ്ടില്ല. ഇതിൻ്റെ മാർക്കറ്റൊക്കെ ഇതാ. ഓക്കെ എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ ലൈക്ക് സബ്സ്ക്രൈബ്. പിന്നെ ഞാൻ നല്ല നല്ല ബോംബെൻ്റെ ഭാഗങ്ങളൊക്കെ നല്ല നല്ല വീഡിയോസ് ഞാൻ പറയുമ്പോഴത്ത് വിടുമ്പോൾ നിങ്ങൾ കാണണം കേട്ടോ. ബോംബെൻ്റെ നല്ല നല്ല ഭാഗങ്ങൾ ഞാൻ പറയും. ബോംബെ നല്ല സ്ഥലം എന്ന് പറയും. അപ്പം ഒന്ന് കാണുക എന്തായിരിക്കും എന്നുള്ളത്. ബാക്കി എനിക്ക് മനസ്സിൽ വിഷമം വരുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയണം. നിങ്ങളൊന്നും കാര്യമാക്കണ്ട. ഇവിടെയൊക്കെ ഇതിൻ്റെ മാർക്കറ്റ്. ഇവിടെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വില കുറഞ്ഞ് കിട്ടും. പിന്നെ ഇവിടെ കംപ്ലീറ്റ് സ്വർണ്ണക്കച്ചവടമാണ്. സ്വർണ്ണക്കട തന്നെ. അതാണ് ഇവിടെ അതിൻ്റെ ഒരു പൂജയാണ്. സ്വർണ്ണക്കച്ചവടക്കാരെ ഒരു വലിയൊരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ ഇനി ഞാൻ എൻ്റെ സ്നേഹിതനടുത്തുണ്ട് യഹിയ. ആ കരിക്ക് കൊടുത്ത ആ ആളടുത്ത് പോയിട്ട് ഇവിടെ കംപ്ലീറ്റ് കച്ചവടക്കാരിയായിരുന്നു. കാരണം ഈ പ്രാവശ്യം കച്ചവടം ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല.
ഇതാ പോലീസുകാർ. കാരണം ഇവിടെ എന്തോ വലിയൊരു പരിപാടി നടക്കുന്നുണ്ട്. അത് കാരണം ഒരു കച്ചവടം. മറ്റേത് അത് കാണാൻ നല്ല രസമായിരുന്നു. അതിനിപ്പോൾ പോകാനുള്ള നേരമില്ല. എന്തായാലും ഇതൊക്കെ എന്താ ഇതിൻ്റെ ഇവിടുത്തെ മാർക്കറ്റ്. അത് കംപ്ലീറ്റ് സ്റ്റീൽ പാത്രവും കണ്ണി കണ്ടതും. ഇവിടെ വന്ന വില. ഇപ്പം ഞാൻ ഈസി കുക്ക് മേടിച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് നിങ്ങൾ കാണണട്ടാ. പിന്നെ ഞാൻ ഇതൊക്കെ ഇതിൻ്റെ കൂടെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ കാണാതിരിക്കരുത്. പിന്നെ ഞാൻ ഈസി കുക്ക് മേടിച്ചില്ലേ, ആ വീഡിയോ നിങ്ങൾ കാണണം. നല്ല അത് നിങ്ങൾ കേൾക്കുക. ഇന്ന് ഞാൻ പറഞ്ഞത് അതിൻ്റെ ആ കടയിൽ പോയിട്ട് അവിടെ നിങ്ങൾക്കൊക്കെ ഇതൊക്കെ വിൽക്കാൻ വേണ്ടി കൊടുന്ന് വെച്ചാൽ ഇതിനെ കൂടെ ഒരുപാട് വീഡിയോ ഉണ്ട്. സമയം കണ്ടെത്തില്ല. ഇതൊക്കെ ഒരു മുരിങ്ങൻ്റെ ഇല, വേപ്പിൻ്റെ ഇല, എന്തൊക്കെ ഉണ്ടെന്നൊന്നും മനസ്സിലാവണില്ല. വാഴ, ഇതൊക്കെ തന്നെ ഞാൻ പറഞ്ഞത്. ഇതാണ് മാർക്കറ്റ്. ഇതാണ് ചാണം, മൂത്രം. കണ്ടില്ലേ, മണ്ണാണ് ഇതൊക്കെ. ഗോമൂത്രമൊക്കെ ഉണ്ട്, മണ്ണ്. ഞാനിങ്ങോട്ടൊന്നും ഇല്ലാത്തതും പറയില്ല. പിന്നെ 10 रुपया 10 रुपയാണ്. ഗോമൂത്രം 10, മണ്ണ് 10. കിട്ടാ മാല അത് 40 रुपയാണ്. 40 रुपയ. ഇവിടെ എല്ലാം ഉണ്ട്. ഇവിടെ ഇതൊക്കെ ഗോമൂത്രം, പിന്നെ മണ്ണ്, പിന്നെ ചാണം. കണ്ടില്ലേ? ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾ എന്താ വിചാരിക്കണ അറിയോ? ആ പഹനക്ക് പ്രാന്താണ്, ഓന അതുമല്ല അതിൻ്റെ അപ്പുറം വീടുന്നുള്ളത്. ഞാൻ ഇല്ലാത്തൊന്നും പറയില്ല. അതൊക്കെ സാധാരണ ഓരോരുത്തരെ അമ്പലത്തിലെ ഒരു വഴിപാടാണ്. അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് കൊടുന്നു വെച്ചതാണ്. അല്ലാതെ ഇതൊക്കെ നിങ്ങളൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വിടുക. ഇങ്ങനെ ഞാൻ അങ്ങോട്ട് പറഞ്ഞില്ല, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീഡിയോ വരുമ്പോഴേ നിങ്ങൾ കണ്ടോളി ഇവിടെയൊക്കെ എന്തൊക്കെ നടക്കണമെന്നുള്ളത്. അതിനെ ഞാൻ അങ്ങോട്ട് പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു. എന്നാലും എനിക്ക് എൻ്റെ വർത്തമാനം കേട്ട ഒരാൾ എനിക്ക് സബ്സ്ക്രൈബും തരില്ല. തന്നിക്കണട്ടാ സല്ലാ. എൻ്റെ അള്ളാനെ സ്തുതിക്കാൻ, എൻ്റെ റബ്ബിനെ സ്തുതിക്കണം. കാരണം ആ മുഹറത്തിൻ്റെ അന്ന് ഞാൻ അത് വിട്ടുവെക്കുമ്പോൾ എത്രയോ 1500 മീതെ ഒരൊറ്റ ദിവസം കൊണ്ട് എനിക്ക് സബ്സ്ക്രൈബ് കിട്ടി. അതിൻ്റെ റബ്ബിനെ സ്തുതിക്കാം. കാരണം ഇന്നെ ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്തതാ എന്താണെന്നുള്ളത് എനിക്ക് അറിയില്ല. കണ്ടില്ലേ, ഒരുപാട് പേര് 1500 അല്ല 1600ഓളം എനിക്ക് സബ്സ്ക്രൈബ് കിട്ടിയിട്ടുണ്ട്. അതൊക്കെയാണ്. മണ്ണ് കുഴച്ചിട്ടതിന് 10 रुपയാണ്. പിന്നെ മൂത്രം, ഗോമൂത്രം. ഇതാണ് വാഴ. ബോംബെയിൽ കാണാൻ നല്ല രസമാണ്. ഇവിടെ വന്ന സമയം പോവും. ഇങ്ങനെ എത്ര ഇവിടെ വന്നാലും ഇവിടെ എങ്ങനെ ഇതിങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടതെന്ന് എനിക്ക് അറിയണില്ല. ബോംബെ വന്നിട്ടുണ്ടല്ലോ ഇവിടുന്ന് പോകാൻ തോന്നൂല. എൻ്റെ മക്കൾക്ക് നമുക്ക് ഗോമൂത്രൻ്റെ ഈ മണ്ണിൻ്റെ ഒക്കെ ഒന്ന് വില വെച്ചേക്കാം. നിങ്ങളൊക്കെ ഒന്നും അറിയണമല്ലോ. ഞാൻ എന്തെങ്കിലും പറഞ്ഞു. 10 रुपया 10 रुपയാണ് അതിന് വില പറഞ്ഞത്. ഇവിടെ എല്ലാം ഉണ്ട്. അല്ലേ ഇനി ഞാൻ യഹിയാറിന ആളുണ്ടല്ലോ, ചെറിയ കരിക്കിൻ്റെ കച്ചവടം. ആ പാവത്തിന് കൊല്ലത്തിലൊരു വട്ടം എന്തെങ്കിലും കച്ചവടം ആവുള്ളൂ. പിന്നെ കച്ചവടം അവിടെ ഉണ്ട്. ആ സാധനം തീർന്ന്. മേഡം തോടെ ബാജു. ഇതാണ് ആ യഹിയാറിന ആളിട്ടാ. ഓ എന്നെ കണ്ടിട്ടില്ല. അസ്സലാമു അലൈക്കും. എന്താ പാവം തിരക്കിലാണല്ലേ? കാറില്ല, ഒക്കെ ശരിയായിക്കോളൂ. ഞാൻ ഉണ്ട് എൻ്റെ കൂടെ. ഇതെന്താ വില ഈ മണ്ണിന്? 10 रुपയ. പിന്നെ ഇതൊക്കെ എന്താ വില? ഈ കരിക്കിനോ? ചെറിയ കരിക്ക്. എൻ്റെ കരിക്ക് തീർന്നില്ലേ? അത് എന്താ ഞാൻ ഒന്നും വിചാരിക്കേണ്ട. കാരണം എവിടെ അത് മഴ ആയ കാരണം തെങ്ങുമ്പോൾ കയറാൻ പറ്റായ. എന്നാലും ഞാൻ എനിക്കൊരു 5 തെങ്ങിനോട് കൊത്തിപ്പിടിച്ച് കയറിയിട്ട് ഇൻഷാല്ലാ രാവിലെ കൊടുന്നുതരാം കേട്ടാ. വിഷമമൊന്നുമില്ലല്ലോ. ഓൻ്റെ കച്ചവടം പറ്റ പോയി. കാരണം ഓനക്ക് 500, 600, 700, 1000 അളന്നതിന് ഓർഡർ തന്നതാ. പക്ഷേ സാധനം കൊടുക്കാൻ വേണ്ടേ. മഴ ആയ കാരണം തെങ്ങുമ്പോൾ കയറായാണ് കേട്ടാ. ഞാൻ എന്ത് പറയാനും മിസ്സേക്കണില്ലടോ. ആൾക്കാരെന്താ പറയാറിയോ? ഈ പഹ നാവിടുത്തെ നുണേ പറയുള്ളൂന്ന്.
ഇപ്പം കണ്ടില്ല ഇതൊക്കെ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പണിയൊക്കെ ഒഴിവാക്കിയിട്ട് ഇവിടെ ഇത് കാണിച്ചു കൊടുത്തതാ. ഞാൻ എപ്പോഴെങ്കിലും നുണ പറിച്ചിലുണ്ടോ? ഇജ്ജ പറയും എൻ്റെ വീഡിയോ ഈ ഇജ്ജ് കിട ചിരിക്കുമ്പോൾ ആൾക്കാർ ചോദിക്കും ഇപ്പം ആ നാവിടുത്തെ നുണ പറയുന്നു. ചിരിക്കല്ലോ ചിരിക്കാതെ ഇല്ലല്ലോ. എന്നാ മതി. ഞാൻ നുണ പറയില്ല, ഇവർക്കൊക്കെ അറിയാം. അങ്ങനെ നുണ പറയുക ഇവർ എൻ്റെ വീഡിയോ കാണൂല. എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് എപ്പോൾ വന്നാലും ചായ വാങ്ങിത്തരും, എപ്പോഴും വന്നിട്ട് ചായ വാങ്ങി തന്ന് വെള്ളം വാങ്ങി തന്ന്, അതാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളൊക്കെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം എന്തിനാ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാൻ പറഞ്ഞത് അറിയോ? ഇതേമാതിരി ബോംബെൻ്റെ എല്ലാ ഭാഗങ്ങളും കാണാം, എന്തൊക്കെയാണ് ഇവിടെ നടക്കണമെന്നൊക്കെ. ഓക്കെ, അതൊക്കെ മാർക്കറ്റാണ്. ഇനി ഇതേമാതിരി പലതും വരാണ്ട്. അപ്പം ഞാൻ ബോംബെന്ന് പറഞ്ഞ് വിടുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതിയാ ബോംബെൻ്റെ എന്തെങ്കിലും പ്രധാനപ്പെട്ട വല്ല കാര്യം ഉണ്ടാവുന്നത്. ബാക്കിയൊക്കെ ഈ വിഷമം വരുമ്പോൾ ഞാൻ എന്തെങ്കിലും പറയണം, അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. അല്ലാതെ നിങ്ങളെ വേദനിപ്പിക്കാനോ നിങ്ങളടുത്ത് ഒരു 10 രൂപ കിട്ടാനോ ഒന്നും വേണ്ട. എൻ്റെ കയ്യിനും കാലിനും ആവത്തുള്ളിടത്തോളം പടച്ചോനോട് പറയേണ്ടി എനിക്കൊരു 10 രൂപ തന്നാൽ മതി. അല്ലാതെ നിങ്ങളെ ഒരാളെ റുപ്യ വേണ്ട. അപ്പം ഞാൻ ഇവിടെ കൊണ്ട് വെക്കുകയാണ്. ഞാൻ എൻ്റെ പണികളൊക്കെ ഒഴിവാക്കിയിട്ട് വന്നതാണ്. സാധാ അപ്പോൾ സാധാ ഞാനേ പോവുകയാണ്. ഇനി നേരമില്ല, എനിക്ക് വണ്ടി കാലിയാക്കാണ്ട് ഞാൻ വണ്ടിയിൽ നിന്ന് ഇളനീനെ ഇറക്കിയിട്ട് നാളെ അതിന് കുറേ ചെറുതൊക്കെ തിരഞ്ഞെടുക്കാണ്ട്, എന്നിട്ട് മോനക്ക് നാളെ രാവിലെ പാവത്തിന് കൊടുന്നു കൊടുക്കണം. അപ്പോൾ മാർക്കറ്റൊക്കെ ഇങ്ങനെ കാണിച്ചു തന്നെ. പിന്നെ ബോംബെൻ്റെ മാർക്കറ്റ് അതൊക്കെ ഇട്ടാ നിങ്ങളെല്ലാവരും ഇന്നെ എന്തെല്ലാം പറയുന്നുണ്ട്. എടാ എനിക്ക് ഭ്രാന്താടാ. എന്നിട്ട് എൻ്റെ വീഡിയോയും കാണുക, എന്നിട്ട് ഇന്നെ പറ്റി കുറ്റവും പറയാം. ചേന അത് ചെയ്യലിട്ടാ, മഹാഭാവം തട്ടും. ഞങ്ങളാരും വേദനിപ്പിക്കണില്ലല്ലോ. അപ്പോൾ എന്തെല്ലാം ഓരോരുത്തർ എന്നെ കളിയാക്കണേ. നാട്ടിൽ ഒരാളെ മുഖത്ത് നോക്കി നടക്കാനും കൂടിയും പറ്റണില്ല. പിന്നെ ആൾക്കാർ കളിയാക്കിയിട്ട് ഞാൻ നിങ്ങളെ വേദനിപ്പിക്കണേ. ഇന്നത്തെ ഒരു മനുഷ്യനെ ഞങ്ങൾക്ക് ദുനിയാവിൽ കിട്ടുമോ? നിങ്ങൾ പറയും, നിങ്ങളെന്നെ പറയും. ഇന്നെപ്പോലെ ഏതെങ്കിലും ഒന്നിനെ നിങ്ങൾക്ക് കിട്ടുമോ? എല്ലാം തുറന്ന് പറയുന്ന ഒരാൾ. കഥയായി തള്ളരുതേ, കഥയായി കാണരുതേ. ആ ഒരു പാവത്തിൻ്റെ ഒരു പാട്ടുകൾ കേട്ടില്ല? അത് ആ വൈക്ക് കൂടെ പോകുന്ന ഒരാളാണ്. എൻ്റെ ഈസി കുക്ക് നിങ്ങൾ കാണണം. അതിൽ എന്തുവാണെങ്കിലും എന്ത് പണ്ടാരം വേണമെങ്കിലും വെക്കാം. അലുമിനിയം പാത്രം, ചെമ്പ്, കണ്ണി കണ്ടത്, അങ്ങനത്തെ സാധനമാണ് ഞാൻ ഇപ്പോൾ വാങ്ങിക്കണേ. അതിൻ്റെ കൂടെ ഇതിൻ്റെ കൂടെ വീഡിയോ വിടുന്നുണ്ട്. പിന്നെ വേറെന്തോ പറയാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തത്, അപ്പോൾ മറന്ന്. ഇത് ഇവിടെ ദൈവത്തിൻ്റെ ഓരോ ദേവി ഉണ്ടാവില്ല, ദൈവമാണ് ദൈവത്തിൻ്റെതാ. ഇതൊക്കെ ഇതാ കത്തിക്കണം, എല്ലാം ഉണ്ട് ഇവിടെ. പിന്നെ ഓരോരുത്തരും ഓരോ വിശ്വാസമാണ്. അത് നമ്മൾ അതും പറഞ്ഞിട്ട് നമ്മൾ കളിയാക്കാനോ അതൊന്നും നമ്മൾ പാടില്ല കേട്ടോ. എല്ലാവരോടും പറയുന്നുണ്ട്. ഓരോരുത്തരുടെ ദൈവം, ഓരോരുത്തരും ഓരോ വിശ്വാസം, അതായിട്ട് ഓരോരുത്തരായിട്ട് പോയിക്കോട്ടെ. നമ്മൾ കളിയാക്കാനോ ഒരു മനുഷ്യനെ പോലും നമ്മൾ കളിയാക്കാൻ പാടില്ല. നമുക്ക് എന്താ പറയുക, നമ്മൾ കളിയാക്കിയാൽ നമ്മൾ എന്തിനാണ് കളിയാക്കണേ? ഞാനൊരു മുസ്ലിമാണ്. എൻ്റെ ഉമ്മ പഠിപ്പിച്ചിട്ടുണ്ട്, എൻ്റെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലുമായിട്ട് നീ അള്ളാഹിൻ്റെ റസൂലുമായിട്ട് നീ മുന്നോട്ട് പോയിക്കോന്ന്. വേറെ ആളെ വേദനിപ്പിക്കാൻ നിൽക്കണ്ടാന്ന്. അത് എൻ്റെ ഉമ്മയും പഠിപ്പിച്ചെന്നാ. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് പോവുക. അതുപോലെ തന്നെ എൻ്റെ ഉപ്പ പറഞ്ഞ ഒരാളെ കളിയാക്കാനോ ഒന്നിനും പോകരുത്തിട്ടാന്ന്. അവർ ഉപ്പ മകനക്ക് പറഞ്ഞിരുന്ന കാര്യമാണ്. അപ്പം അതിനെ മുറുകെ പിടിക്കുക. പിന്നെ എൻ്റെ ഉപ്പ പറഞ്ഞതാ എല്ലാവരും ഒരുപോലെ കാണാൻ, എല്ലാ മതത്തിനും, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി ഏത് മതമായിക്കോട്ടെ, മരിക്കുന്നത് വരെയും ഇവിടെ കുട്ടി ആരും വേദനിപ്പിക്കാതെ നല്ലപോലെ ബോംബെയിൽ ജീവിക്കണം. ആരോട് കറയും പകമൊന്നും വെക്കരുത്. അന്നെ പലരും കളിയാക്കും, പക്ഷെ അതൊന്നും ഇവിടെ കുട്ടി കാര്യമാക്കണ്ട. പക്ഷെ നീ മറ്റുള്ളവരെ കളിയാക്കാനോ ഒന്നിനും പോകണ്ട. ഒരു വാപ്പ മകനോട് പറഞ്ഞതാ. അങ്ങനെ ഒരുപാട് കാര്യം ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അവസാനം ചെപ്പോൾ ബോംബെന്ന് പറഞ്ഞു പോണ കാര്യങ്ങളാണ് ഒരു മകനോട്. അതൊന്നും മറക്കാൻ കഴിയില്ല. ആ വഴി പിന്നെ ഒരാളെ പറ്റിച്ച് തിന്നുക, ഒരാളെ പൈസ വാങ്ങി തിന്നുക, ഇതൊന്നും പട കുട്ടി ചെയ്യരുതെന്ന് ഒരു വാപ്പ മകനിക്ക് പറഞ്ഞു തരിക. കാരണം വാപ്പ ട്രെയിനിൽ പോകുമ്പോൾ കുറേ കരഞ്ഞു. കാരണം വെച്ചാൽ അവസാനം എന്നെ ബോംബെ ഏൽപ്പിച്ച് പോവുകയാണ്. അപ്പോൾ ഞാനും കരഞ്ഞു ഇപ്പോൾ പോണ സമയത്ത്. കാരണം അപ്പോൾ ഞാൻ കുട്ടിയാണ്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ പോയിക്കോളിന്ന് പറഞ്ഞു. അങ്ങനെ
പിന്നെ ആരെയും തല്ലൂടാൻ പോണ്ട. അന്നെ ആരെങ്കിലും അടിച്ചാൽ ഇത് തിരിച്ചടിക്കൊന്നും ചെയ്യരുതിട്ട് പട കുട്ടിയെന്ന് ഒരു വാപ്പ മകനോട് പറയാം. ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ പറഞ്ഞു. അപ്പോൾ ഉപ്പ പറഞ്ഞെന്താ അറിയോ, ഇപ്പോൾ ഒരുപാട് അടി കൊണ്ടതാ. അനവധി ആൾക്കാർ അടിയും കുത്തൊക്കെ കൊണ്ട് ജീവിച്ച ആളാണ് റോട്ടുമ്മ കിടന്നിട്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വേദന തെറ്റ് ചെയ്യാതെ ഞാൻ ഒരുപാട് വേദന സഹിച്ച ഒരാളാണ്. അപ്പോൾ ഇപ്പടെ കുട്ടി അതേമാതിരി അടി കൊണ്ടിട്ട് ഇവിടെ പിടഞ്ഞ് വീഴരുത്. അന്നെ ഈ ഒന്നാട് കൊടുത്താൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ അന്നെ അവിടെ തച്ചുമല്ലോ. അപ്പോൾ അത് ഉപ്പാക്കും ഉമ്മാക്കും കാണാനുള്ള കരുത്തില്ലാന്ന് ഒരു വാപ്പ മകനോട് പറയാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് എൻ്റെ ഒപ്പം എനിക്ക് പറഞ്ഞു തന്നെ. എൻ്റെ ഒപ്പൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ബോംബെയിൽ 1961 വന്നിട്ട് ഒരുപാട് പ്രയാസം കൊണ്ട ഒരു മനുഷ്യനാണ്. അനവധി ആൾക്കാർക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഭക്ഷണം കഴിച്ചവരാരും വാപ്പാൻ്റെ വർത്തമാനം പോയിട്ടില്ല. ഇൻഷാല്ലാ ഞാനിവിടെ വെക്കുകയാണ്. അസ്സലാമു അലൈക്കും. ചാ പിയേഗാ ബേട്ടാ? कैसा है हाथ मिला? बहुत बढ़िया. आप कैसे? ये रुकना. ഞാൻ ആ സാധനം ഈ ഈസി കുക്ക് മേടിച്ചു കൊടുന്നിട്ടാ. ഇതാ ബ്രിസ്റ്റീഷോ എന്ത് പണ്ടാരണോ. സന്തോഷ് ജറാ ഇവൻ്റെ ഒരു സ്റ്റോറി ഉണ്ട്. എന്താ ഞാൻ പറഞ്ഞറിയാം. ഏക് മിനിറ്റ് സന്തോഷ്, ഒരു മിനിറ്റ്. ഇവന് എന്താ സംഭവം എന്നറിയാം. എന്തെങ്കിലും ചെറിയൊരു ബുദ്ധിമുട്ട് വന്നാൽ ഒരു 5000 വേണം, ഒരു 3000 വേണം, 10,000 വേണമെന്ന് വെച്ചാൽ ഈ സാധനം ഈ പാവ മനുഷ്യൻ എന്നെ സഹായിക്കുന്ന ഒരാളാണ്. ഇവിടെ വന്നിട്ട് ഇളനിയും കുടിച്ചിട്ടൊക്കെ പോകുന്ന ഒരാളാണ്. അപ്പം പിന്നെ ഭയങ്കര സന്തോഷ് ഭായ് मेरे को कभी भी कुछ तकलीफ रहेगा तो तू मेरे को मदद करते कि नहीं करता? 5,000 कभी 10,000 देते कि नहीं तुमने? देते है ना? हाँ ഇതെല്ലാം സംഭവമാണ്. ഒരു 5000 10,000 ഒക്കെ ചോദിച്ചാൽ और मैं कभी भी मेरा तारीख कभी पलटी करते क्या? कभी मैं तुमको 15 तारीख बोलेगा तो 16 तारीख में देते क्या? 15 को देते, 14 को देते? सही बताओ. नहीं आप के बराबर पक्के हो ना, टाइम पे देते हो, टाइम में देता है ना. इसके लिए तुम मेरे को देता है ना कभी भी. सही है ना राजू भाई? अरे वो मैं पैसा लेगा तो 15 तारीख बोलेगा तो कभी 16 तारीख को मैं करते क्या इनसे? नहीं. कभी नहीं करता. सही है, बोलते हैं ना. हाँ आप कभी मेरे को मदद कर लिया. ശരിയല്ലേ? ഇതിലുള്ള സംഭവമാണ്. 10-ാം തീയതി പറഞ്ഞാൽ ഞാൻ 9-ാം തീയതി കൊടുക്കും. തന്നെ ഓന് ആദ്യം 2,000 ഒക്കെ തന്നിരുന്നു. പിന്നെ കറക്റ്റിന് തരുന്നുണ്ടപ്പോൾ പിന്നെ 4,000 തരൽ തുടങ്ങി, പിന്നെ 5,000 തുടങ്ങി, പിന്നെ ഒരു 10 ദിവസം 5 ദിവസം 15 ദിവസം 5 ദിവസം 6 എത്ര ദിവസത്തിന് കേൾപ്പിനാന്ന് വെച്ചാൽ നമ്മൾ പറയണം. चलो भाई थैंक यू. यार मेरा सब लोग बोलते हैं कि साला झूठ बोलते हैं करके. मेरे को सब लोग है ना. सही है ना? मेरा बस कुछ गलत नहीं है. इसका नाम संतोष है, मेरा नाम मोहम्मद है. माशाल्लाह. चलो थैंक यू. ഓക്കെ. പിന്നെ നിങ്ങളോട് ഒരു കാര്യം കൂടി പറയണ്ടിട്ടാ. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ കൂടെ കടന്നു പോയതൊക്കെ നിങ്ങൾക്ക് എടുത്ത് വിട്ടുതരും. കാരണം ഇതിപ്പോൾ ഞാൻ വണ്ടിയിൽ നിന്ന് എൻ്റെ ഹെൽമെറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് സ്കൂട്ടിയിൽ നിന്ന് എടുക്കാൻ വേണ്ടി ഞാൻ എടുത്തിട്ട് പോയി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് വേറൊരു വണ്ടീൻ്റെ മുകളിൽ വെച്ചിരുന്ന സാധനം ഞാനത് മറന്ന്. അപ്പോൾ ഇതുകൂടെ വെച്ചത്. അപ്പോൾ ആ വണ്ടിക്കാരൻ ഈ ഫോട്ടോ നോക്കിയത്. ഫോട്ടോ നോക്കുമ്പോൾ എൻ്റെ ഫോട്ടോ അതിൽ കാണണേ. അപ്പോൾ എൻ്റെ പേരുണ്ട്, മുനിസിപ്പാലിറ്റിയുടെ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെന്താ സംഭവം എന്നറിയോ? ഇത് കൊറോണയുടെ സമയത്ത് ഇവിടെ ബോംബെയിൽ സർവ്വ ആൾക്കാരും ഇവിടെ നിന്നല്ല നമ്മൾ ഇന്ത്യ മൊത്തം ലോകം മൊത്തം കൊറോണ പിടിപെട്ടിട്ട് ഇവിടെ ഒരാൾക്കും പുറത്തിറങ്ങാതെ പോലീസുകാർ അടിക്കലും കുത്തലും നടന്ന സംഭവമായിരുന്നു. അങ്ങനെ ഞാനും എൻ്റെ അഞ്ചവനും എൻ്റെ അക്ബർ എൻ്റെ കുഞ്ഞുട്ടി ഇവൻ്റെ അനിയന് ഇവൻ്റെ ഏട്ടന് ഇവരൊക്കെ ഇവിടെ ആയിരുന്നു. പക്ഷേ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, കച്ചവടം ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ കൂടെ ഞാൻ ഇവിടെ ഇരുന്നിട്ട് എൻ്റെ റബ്ബിൻ്റെ മുന്നിൽ കൈ ഉയർത്തിയിട്ട് ദുആ ചെയ്യുമ്പോൾ അള്ളാഹു ആ ദുആക്ക് പ്രതിഫലം തന്നതാണ്. ഇതൊന്നും ഒരാൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. അവസാനം എനിക്ക് പോലീസുടെ ഭാഗത്തുനിന്നും മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്നും എല്ലാ സാധനം അവർക്ക് ഓല തേങ്ങ വീണിട്ടും കാർമിക എല്ലാ പ്രശ്നങ്ങളും. കാരണം ഇതിന് എന്ത് വല്ല കുലുമാലുണ്ടെങ്കിലും ശരി തേങ്ങ ഇതൊക്കെ വീണുകൊണ്ടിരിക്കും. അതിനൊരാൾക്ക് തടയാൻ പറ്റൂല. അതൊക്കെ ഓഫീസർമാർ നടന്നു പോകുന്ന സമയത്ത് തല വീഴുമ്പോൾ അവർക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചേ പറ്റുള്ളൂ. അവിടെ കൊറോണ അല്ലെങ്കിൽ എന്ത് വല്ല മാരകമായ രോഗം വന്നാലും ശരി തെങ്ങ് പടച്ചുണ്ടാക്കിയതാണ്. അതിൻ്റെ മുകളിൽ സാധനം ഉണ്ടെങ്കിൽ അങ്ങനെ വീണുകൊണ്ടിരിക്കും. അങ്ങനെ വലിയ ഓഫീസർമാർക്ക് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, ഇറങ്ങി വെച്ച് പോലീസുകാർ അടിക്കും, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചു. അപ്പോൾ എനിക്കൊരു മാർഗ്ഗം എൻ്റെ അഞ്ചന്മാർ ഇവിടെ പെട്ടെടുക്കേണ്ട എൻ്റെ അനിയന്മാർക്ക് പോകാനുള്ളതൊക്കെ പോലീസുകാരുടെ ഭാഗത്തുനിന്ന് ടിക്കറ്റും ഒക്കെ ഉണ്ടായിരുന്നു. ട്രെയിനിൽ പോകാനുള്ളൊക്കെ എല്ലാ സൗകര്യങ്ങളും ഇവരൊക്കെ അങ്ങനെ പോയത്. ഇതൊക്കെ ഞാൻ സത്യം പറഞ്ഞിട്ടാ. ഇതും ഞാൻ പറഞ്ഞു എൻ്റെ അള്ളാഹിനെ റസൂലിനെ സത്യം പറഞ്ഞു. ഞാൻ ഒരിക്കലും നുണ പറയില്ല. പക്ഷെ എൻ്റെ വീഡിയോ എൻ്റെ സംസാരം കേൾക്കുമ്പോൾ ആരും വിശ്വസിക്കില്ല. ആ സമയത്ത് എനിക്ക് സാറുമാർ കാർഡ് ഉണ്ടാക്കി തന്നതാണ് ഇത് കാണിച്ചു കൊടുക്കാൻ. ഇത് മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്ത് നിന്ന് എനിക്ക് കിട്ടിയ കാർഡാണ്. ഇങ്ങനൊന്നും ഒരു കാർഡ് ഉണ്ടാക്കി തരില്ല. പക്ഷേ ഞാൻ ഇത്രയും കൊല്ലം ബോംബെയിൽ എന്നിട്ട് ഈ കാർഡ് വെച്ചിട്ട് ഇത് വെച്ചിട്ട് നടന്നു. അതുപോലത്തെ ബെരുക്കുണ്ട് കാർഡ്. തുമാരാ രാജു ഭായ്
तुम्हारा कार्ड किधर है बेटा? ऐसे कार्ड म्यूनसिपालिटी ने तुमको भी दिया था ना? इधर इसका अंदर ही था ना? എല്ലാവർക്കും ഞാൻ ഇവിടെ കാർഡ് ഉണ്ടാക്കി. കാരണം ഇത് കാണിച്ചാൽ പിന്നെ പോലീസ് ഇത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇത് അവർ നോക്കിയാൽ പിന്നെ രക്ഷപ്പെടും. അതുപോലെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് സീലൊക്കെ വെച്ച് തന്നിരുന്നു. ആ കൊറോണ സമയത്ത് ഇവിടെ എല്ലാവരും ലോകത്തുള്ള ജനങ്ങളൊക്കെ പിടിച്ചു കെട്ടുമ്പോൾ ഞാൻ ഇവിടെ ഇരുന്നിട്ട് 10 റുപ്യ കച്ചവടം ചെയ്ത് അന്ന് എൻ്റെ ആ പൈസ കൊണ്ട് ഞാൻ വണ്ടി എടുത്തതാക്കി. ആ പൈസ കൊണ്ട് ഞാൻ അന്ന് ഒരുപാട് ചില കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തെങ്ങും തോട്ടത്തിൽ പൈസ ഇട്ടാണ്ടായിരുന്നു 2-3 ലക്ഷം റുപ്യ. അതും അള്ളാൻ്റെ വേണ്ടുകൊണ്ട് അതും എനിക്ക് കിട്ടി. പിന്നെ വണ്ടി എടുക്കാനുള്ള പൈസ കിട്ടാൻ ഞാനൊക്കെ അത്രയും ഞാൻ തന്നെ ആരുമില്ല, ഇവരൊക്കെയും പോയി. तुम सब गाँव चले गए थे ना यूपी गणपति का टाइम कोई नहीं था ना? कोरोना का टाइम मैं अकेले ही था ना बॉम्बे में. ഞാൻ ഒറ്റയ്ക്ക് ജീവിതത്തിൽ കൂടെ കടന്നു പോയ സംഭവം. ഇതിപ്പോൾ ഞാൻ എടുക്കാനുള്ള കാരണം ആ വണ്ടീൻ്റെ മുകളിൽ വെച്ചപ്പോൾ ഈ ഫോട്ടോ കണ്ടപ്പോൾ അയാൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഇത് വാങ്ങിയിട്ടുണ്ട് വന്നതാണ്. അപ്പോഴാണ് എൻ്റെ പണിക്കാരൻ ചൊക്കൻ പറഞ്ഞത് അത് പണിക്കാരൻ ചൊക്കൻ പറഞ്ഞത് ഇത് ഇവിടെ വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ചരിത്രം പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ഇതേമാതിരി പലതും എൻ്റെ ജീവിതത്തിൽ കൂടെ കടന്നു പോയതൊക്കെ ഞാൻ പറയും. ഇത് അरे ये കരിക്ക് കായ്ക്കലിടക്കാ രാജു അത് കൽക്ക ഓർഡർ ആവോ? ഇവിടെ വിൽക്കാൻ വേണ്ടി ഇവിടെയും ചോദിച്ചും കൊണ്ട് വന്നതിനത്ര ഈ ചെറിയ കരിക്ക് നാളെ ഓനക്ക് കൊണ്ടിട്ട് കൊടുക്കണം. അതിൻ്റെ കൂടി വീഡിയോ എടുത്ത് ഇതിൻ്റെ കൂടെ എഡിറ്റിങ് ചെയ്ത് വിടുന്നുണ്ട്. ഇതൊക്കെ യഥാർത്ഥ സംഭവങ്ങളാട്ടാ. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതിൻ്റെ ആധാർ കാർഡാ. ഇതൊക്കെ ആ സമയത്തൊക്കെ ഞാൻ പോലീസുകാരെ വണ്ടിയിൽ ഇളനീ കൊണ്ടുവരികയായിരുന്നു. അതൊന്നും ഒരാൾ പറഞ്ഞേ വിശ്വസിക്കൂല. കാരണം അത്രയും പോലീസുകാരെ തലമക്കും വലിയ ഉദ്യോഗസ്ഥന്മാരെ വലിയ സാറുമാരെ തലമക്കൊക്കെ തേങ്ങ വീണിട്ട് പറിക്കാൻ ആളെ കിട്ടണ്ടേ? ഉള്ളത് ഞാനാണ്. അപ്പം ഞാൻ സാറുമാർ അവരെ വണ്ടി തന്നെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? പോലീസുകാരെ വണ്ടിയിൽ ഇളനീന് അവരവരെ കടയിൽ കൊടുത്തിട്ട് കൊടുക്കണേ. നിങ്ങൾ പോലീസുകാർ വന്നിട്ട് പിടിച്ചുകൊണ്ടിട്ട് 4 കുത്തുകുത്തി ചെയ്യുക. ആ സ്ഥാനത്ത് ഇൻ്റെ ഇളനീ ഇവിടെ കടയിൽ കൊടുത്തിട്ട് ഇവിടെ സർവ്വ ആൾക്കാർ നോക്കുക. കാരണം പോലീസുകാർ ഇവിടെ കൊടുത്ത് ഇറക്കണ കണ്ടിട്ട്. ഇതൊക്കെ യഥാർത്ഥത്തിൽ കൂടെ ജീവിതം കടന്നു പോയതാണ്. അതാണ് അപ്പോൾ എൻ്റെ റബ്ബിൻ്റെ അള്ളാഹിൻ്റെ റസൂലിൻ്റെ സത്യം. ഞാൻ ഇതൊക്കെ നോണ പറയാന്നുണ്ടെങ്കിൽ നാളെ ഞാനും നിങ്ങളെ അള്ളാഹിൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ എൻ്റെ നരകത്തിൻ്റെ വാതിലവിടെ തുറന്നു കിടന്നോട്ടെ. ഞാൻ നോണ പറയില്ല. കാരണം എൻ്റെ റബ്ബിക്ക് എൻ്റെ അള്ളാഹിൻ്റെ റസൂലിന് ഭയങ്കര പേടിയാണ്. തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല. കാരണം വെച്ചാൽ നിങ്ങളാണ് ഖുർആൻ എടുത്ത് ഓതുന്നത് ഞാൻ പറയുന്നത്. ഞാൻ ഓതാത്ത ഒരാളാണ്. ഞാൻ അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആളാണ്. പക്ഷേ ഞാനൊന്നിട്ട് കരഞ്ഞ ആരോ എൻ്റെ അടുത്തേക്ക് വരുന്ന പോലെ എനിക്ക് തോന്നുന്നു. എന്നാലും ഞാൻ ഒരാളെ ഉറുപ്പ്യ വാങ്ങി തന്നില്ല. ഞാൻ ഉള്ളത് പറയും കേൾക്കണോ എനിക്ക് തോന്നുന്നു. എന്നെ ആദ്യം നിങ്ങൾ കാണുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ ഈ എന്തൊക്കെ പൊട്ടത്തരങ്ങളാണ് യൂട്യൂബിൽ നിന്ന് 10 റുപ്യ കിട്ടാൻ വേണ്ടി. യൂട്യൂബിൽ നിന്ന് ഒരു മണ്ണാങ്കടി എനിക്ക് വേണ്ട. യൂട്യൂബിൽ നിന്നൊന്നും പൈസ കിട്ടാൻ വേണ്ടിയൊന്നുമല്ല. എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. അവരെന്നെ ഞാൻ കൊറോണ സമയത്ത് ഉണ്ടാക്കിയ വീഡിയോ ഗ്രൂപ്പാണ്. അതിലിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് വിടണം. അപ്പോൾ ഗ്രൂപ്പ് യൂട്യൂബിലേക്ക് വന്നതെന്താ വെച്ചാൽ എന്നെ ഇഷ്ടപ്പെടുന്നവരൊന്ന് കാണാൻ വേണ്ടിയിട്ട് എന്നെ പറ്റി അറിയാം. കുറേ ആൾക്കാർ ഗൾഫിലാണ്, സർവ്വ ആൾക്കാർ ബോംബെയിലുണ്ടായിരുന്ന ആൾക്കാർ. അവരൊക്കെ എൻ്റെ ബോംബെത്തെ ചരിത്രം അറിയാൻ വേണ്ടി എല്ലാവരും പറയും അവിടെ മാനിച്ചു ബോംബെത്തെ ഓരോ കാര്യങ്ങളെടുത്ത് വിടറ ഉണ്ണിയെ. ഞങ്ങളൊക്കെ എത്രയോ കാലമായി ബോംബെ കണ്ടിട്ട് അങ്ങനെ ഒരു യൂട്യൂബ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാർ 9,000 സബ്സ്ക്രൈബ് നിങ്ങളാണ് എനിക്ക് ഉണ്ടാക്കി തന്നത്. ഇനിയും ജീവിതം ചരിത്രങ്ങളുമായി ഇനിയും കടന്നു വരും. ഓക്കെ, അസ്സലാമു അലൈക്കും. ആരെങ്കിലും വേദനിപ്പിച്ചിട്ട് എന്നോട് പോരുന്നത്. ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവിടെ പോയിട്ട് വീഡിയോ എടുത്ത് വിട്ടത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് തരിക, സബ്സ്ക്രൈബ്, വേണ്ടാത്ത കമൻ്റ് ഒന്നും എഴുതില്ല. എന്തിനാണ് എന്നെ വേദനിപ്പിക്കണത്? ഞങ്ങളെ വേദനിപ്പിച്ചിട്ടില്ലല്ലോ. പൾട്ടിക്കുക ഒരു കൊല ഇറക്കുമ്പോൾ അങ്ങോട്ടാ കാണി ആ കൊലമൊന്ന് കൊളുത്ത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ആയിട്ട് വീണ് പോയി ഈ ചെറിയ സാധനം. ഇത് ഒരു വടി ഇതേമാതിരി വടി ഉണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം നല്ല പൈസ കിട്ടിയിരുന്നു. അത് ഇങ്ങോട്ടാ കാണി ഇതൊക്കെ വീണ് പൊട്ടിയതപ്പോൾ അത് ഇതൊക്കെ കാണിച്ചു തരാം. കേട്ടോ കാണി ഇന്നത്തെ ദിവസം ആ പാവത്തിന് ഓനക്ക് കൊണ്ടുകൊടുത്ത ഒരു 10 ഓരോന്നിൻ്റെ മുകളിൽ 50 റുപ്യ 60 റുപ്യ വില ഇട്ടിരുന്നു. ഇതാണിപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ പറഞ്ഞു. 10 റുപ്യ കിട്ടുമ്പോൾ 50 റുപ്യ പോവുകയാണ്. എന്നാൽ ശരി, ഞാൻ ഇവിടെ വെക്കട്ടെ, പണി വേഗം തുടങ്ങി. ഏതൊക്കെ മേരാ ബച്ച ഏതൊക്കെ ബച്ച ആ കുട്ടിയത്തെ മേടിച്ചിക്കണേ പൂച്ചയ്ക്ക് ചേട്ടനെ പോകുമ്പോൾ ആയ അപ്പന ദുക്കാന में सेट लेने के लिए ആ കുട്ടി അതാണ് ആ പൂജയുടെ കരിക്കാണ് അത് കണ്ടില്ലേ. ആ കുട്ടികളത് വാങ്ങാൻ വേണ്ടി വന്നതാണ്. ഇവിടെ വന്നിട്ട് ആ മനുഷ്യനക്ക് ഇത് 60 റുപ്യക്കാണ് ഇവിടെ കിട്ടിയത്. നേരെ മറിച്ച് 80 റുപ്യ കവറിലിട്ട് 1 മിനിറ്റ് ഇതൊന്ന് പിടിച്ചു കൊടുക്കട്ടെ. ഒരു മിനിറ്റ് ഇട്ടിടും സമാൽക്കേടാ സമാലിന പേട്ട നല്ല പോലെ കണ്ടില്ലേ. ഇങ്ങനത്തെ ചെറിയ കരിക്കാണ്. അതിപ്പോൾ ഇവിടെ വന്നപ്പോൾ അയാൾക്ക് 60 റുപ്യ കിട്ടി. ഏല സെറ്റ് 3 180 റുപ്യ 20 റുപ്യാണ് തിരിച്ചു കൊടുത്തു. ഇതൊക്കെ ലൈവായി നടക്കുന്ന സംഭവം.
ആ സാധനം താത്ത അവിടെ പോയി മേടിക്കച്ചാൽ അവർക്ക് ഇതേമാതിരി ഇതൊക്കെ ഞാൻ 40 ഉറുപ്പ്യ ഇവിടെ കൊടുക്കും. അത് ഇതിൻ്റെ ബോരിയുമില്ല, ബോരിയുടെ മുസ്ലിങ്ങളുണ്ട്, അവിടെ ആകുമ്പോൾ 80 ഉറുപ്പ്യ അതിൻ്റെ ഡബിൾക്ക് വില. ഇവിടെ വരുന്നവർക്കൊക്കെ വില കുറവാണ്. മാഷാ അല്ലാഹ്. ആ കരിക്കിൻ്റെ ഓർഡർ ആയിട്ടാണ് ഇന്ന് 17-ാം തീയതി ഓനക്ക് ഇറക്കി കൊടുത്തതാ. ആൾക്കാർ വന്ന് സാധനം വിളിക്കണ കാണി നിങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി വീഡിയോ എടുത്തതാ. അത് ബംഗാളികളെ പരിപാടിയാ. ഇറക്കി കൊടുക്കേ നിങ്ങൾ തേങ്ങല വർത്താനം പറയാം. വേഗം നോക്കുന്നു. ബംഗാളി ഭാഷ അന്ന് പറഞ്ഞു കൊടുക്കേ. ഇതാണ് ഈ കച്ചവടം. ഇന്ന് 17-ാം തീയതി, ഞാൻ ഇന്നലെ 16-ാം തീയതി നിറച്ചിട്ട് രാവിലെ കൊണ്ട് ഞങ്ങൾ ഇളഞ്ഞും പറിക്കാൻ പോട്ടെ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിക്കുക. നിങ്ങളൊക്കെ നല്ല തിരക്കാ ഇവിടെ. ഇതാ മണ്ണ്, ഇല, മണ്ണ് കുഴച്ചിട്ട് ഇതൊക്കെ ഒന്ന് അറിയാനട്ടാ. ഇതിൻ്റെ വണ്ടിയിൽ നിന്ന് കാലിയാക്കി കൊടുക്കുക. ഓരോരുത്തരും 4-5 കൊണ്ടുപോകും. ഇനി ഈ വീഡിയോ ഒക്കെ പാടെ എഡിറ്റിങ് ചെയ്തിട്ട് പറ്റുമെങ്കിൽ നാളെ വിടുത്ത് വിടുള്ളൂ. എന്നാൽ പോയി ഹംസുക്ക, ഇന്നും വേണത്ര പണിക്ക്. ഇല്ല ഹംസുക്ക, ഇന്നും വേണമല്ലേ? ഇന്നും വേണ്ടി വരും. യഹിയ ഇന്നും വേണോ? അല്ലേ? ആ, ഇന്നും വേണോ എനിക്ക്? പാവം ഓനാണ് യഹിയ. എന്നാ വരി, പോവുക സംസുക്ക, വണ്ടി അടച്ചാളി. പോവുക. പോലീസുകാർ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ പോട്ടെ. ഇവിടെ സ്വർണ്ണ കച്ചവടത്തിൻ്റെ പറ്റുങ്ങളെ കൊല്ലത്തിലൊരു വഴിപാടുണ്ട്. അതാണ് ഇവരെ ചെയ്യണത്. എന്നാൽ ഓക്കെ എല്ലാവരോടും നമസ്കാരം, നന്ദി. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണട്ടാ. ഇത് അവസാനത്തെ വീഡിയോ ആണ്, ഇന്ന് ലാസ്റ്റ്. ഇനി ഞാൻ നാളെ നാട്ടിൽ പോവുകയാണ്. അവിടെ എൻ്റെ പെങ്ങളെ കുട്ട കല്യാണമൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തിട്ട് വിടും. ഒരുപാട് സബ്സ്ക്രൈബ് കിട്ടിയിട്ടുണ്ട്. 10,000 നാട്ടിൽ എത്തിയിട്ടൊരു സബ്സ്ക്രൈബ് ആയിട്ട് വേണം കേക്കും മിഠായിയൊക്കെ കുട്ടികളൊക്കെ വിളിച്ചിട്ട് ഉദ്ഘാടനം കഴിക്കാണ്. അല്ല, ഒരു മിനിറ്റ് ഇതൊന്ന് പറഞ്ഞു നിങ്ങളുടെ കാണി സംസുക്ക. ഇതൊക്കെ നമ്മളെ നാട്ടിലെന്താ ചെയ്യുക? തൂർക്കിടയിലെ ഇതാണ് സ്വർണം. നമ്മളിത് കൊണ്ടുകൊടുക്കണോ സ്വർണ്ണക്കടലിന്റെ ആ മാർക്കറ്റിക്ക അല്ലേ? അതായത് പടച്ചോൻ ജീവിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർക്കും ഓരോ മാർഗം കാട്ടി കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോ ഈ പൂജ നടത്തിയില്ലെങ്കിൽ ഇത് പോവില്ല. ഇത് സ്വർണത്തിന്റെ വില വരുവാണെങ്കിൽ അവിടെ സ്വർണ്ണ മാർക്കറ്റ് അല്ലോ ആ കട മൊത്തം. വെച്ചാല് സ്വർണ്ണ, പിന്നെ അതേപോലെ അതിന്റെ ഒരു പൂജയാണ്. സംശയം ഇതൊന്ന് പറഞ്ഞു തീർക്കട്ടെ. ഇതാണ് പൊന്നാര മക്കളെ നമ്മളെ നാട്ടിൽ തൂർക്കിടുക. ആ സാധനം ഇക്ക് കിട്ടുന്നത് 50 ഉറുപ്പ്യ 60 ഉറുപ്പ്യ. ഇത് വിൽക്കണവന് 80 ഉറുപ്പ്യ 100 ഉറുപ്പ്യ ഓം വിൽക്കുക. 80-100 ഉറുപ്പ്യക്കാണ് ഓം വിൽക്കുന്നത്. ഇതെന്ന് പറയാ പടച്ചോന് ഓരോരുത്തർക്ക് ഒരേ ജീവിക്കാൻ വേണ്ടി ഒരു മാർഗം കരുതുന്നുണ്ട്. ഇത് ലക്ഷ്മി പൂജയാണ്. നാളെ ബംഗാളികളുടെ കൽക്കത്ത ബംഗാളികൾ, അതേപോലെ ലക്ഷ്മി പൂജ ബംഗ്ലാദേശുകാരുടെ അല്ല, കൽക്കത്ത ബംഗാളി, അതേപോലെ ബീഹാറി, അതേപോലെ അവരെ പൂജയാണ് നാളെ നടക്കുന്നത്. അവിടെ വെച്ചാൽ ഭയങ്കര സ്വർണ്ണ കച്ചവടക്കാർ ഇവരൊക്കെ ഉള്ള ഏരിയാണ്. മനസ്സിലായോ? ഉമാദേവി അമ്പലമുണ്ട്. 3 മിനിറ്റുള്ളിൽ കട്ടാക്കണം. അതുകൊണ്ട് അപ്പൊ അങ്ങനെയൊക്കെ നടക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെ ഒരു വഴി കാട്ടി ദീപാവലി ഉണ്ട്. അല്ല, നിങ്ങൾ ചൂലേറ്റ് അടിച്ചു വൃത്തിയാക്കണം എന്താ പറഞ്ഞല്ലോ സ്വർണത്തിന്റെ. അവിടെ സ്വർണത്തിന്റെ കണികൾ എടുക്കുന്ന സ്ഥലമാണ്. ഈ മണ്ണിൽ ഇങ്ങനെ അടിച്ചു വാരിയിട്ട് ആദിവാസികളല്ല, ഈ പാവപ്പെട്ടവര് തന്നെയല്ല, നല്ല പണക്കാരാണ് അത് എടുക്കണത്. നിനക്കറിയോ? യുപിക്കാര് എല്ലാ കുറെ പാവങ്ങൾ അത് അടിച്ചു വൃത്തിയാക്കിട്ട് കംപ്ലീറ്റ് മണ്ണിങ്ങനെ കൂട്ടി സ്വർണ്ണത്തരികൾ എടുക്കണം. അത് അതിന്റെ വീഡിയോ നമ്മൾ വിട്ടു കൊടുക്കണ്ട. ഞാൻ നാട്ടിൽ പോകണേ നാളെ. അത് കഴിഞ്ഞിട്ട് ദീപാവലി ആണ്. ദീപാവലിക്ക് ഇത്ര വലുത് വേണം. അത് അല്ലിയുള്ളത് പോകും. അല്ലി പോകും. എനിക്കറിയില്ല. ദീപാവലിക്ക് ഇത്ര ഉള്ളത് വേണം, വലുത് വേണം തന്നെ. അതിന്റെ അടുത്ത് അങ്ങനെ ഓർഡർ ഇല്ല. പടച്ചോനെ ഒരേ വഴി കാട്ടി കൊടുക്കണേണോ? ഇളനീ കച്ചവടത്തിൽ ഓരോ മനുഷ്യന്മാർ നല്ല നേരായിട്ടുണ്ട്. നിങ്ങൾ നേരായിട്ടുണ്ട്, ഫേമസ് കുഞ്ഞിപ്പാച്ചി നേരായിട്ടുണ്ട്, മൈമുട്ടിയാച്ചി നേരായിട്ടുണ്ട്, നമ്മളെ ഗേറ്റ് ഓഫ് ഇന്ത്യയിലെ സൗക്കത്ത് ഭായ് നേരായിട്ടുണ്ട്, ചർച്ചയായിട്ട് മാനാക്ക, അതുപോലെ അലിക്ക, ഇവരൊക്കെ കുറെ ആൾക്കാർ അതോടെ അങ്ങോട്ട് പോയിട്ടുണ്ട്. എന്താ സംഭവം? അതിന് ഇളനീന്നെ ഈ 3 കണ്ണുള്ള ആരെ പഠിപ്പിച്ചത്? സത്യം പറയും, മാനിന്ന് പറയും. എനിക്കറിയാം. പിന്നെ നീയും പറയാ ചെയ്യണല്ലത്. പിന്നെ ഒരു പാട്ട് ഒരു പടം നിന്നിട്ട് ഞാൻ പാടിക്കൊണ്ട്. കേട്ടുകൾ 3 കെട്ടി കാട്ടേലിൽ എന്നെയും നിങ്ങളെയും കയറ്റി കൂട്ടിച്ചുമല. നാളെ പോകട്ടാ.
നാളെ ഒരു കേടുപാടും കൂടാതെ നടത്താൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യും. നിങ്ങളെ ദുആ മതിയൊന്നും എൻ്റെ ഹൃദയം നിങ്ങളതേലും കിടക്കും, നിങ്ങളെ ഹൃദയം എൻ്റെ അതിലേക്കും കിടക്കും. അസ്സലാമു അലൈക്കും. എന്തെങ്കിലും പറഞ്ഞു പോയിട്ട് ഞങ്ങളുടെ കാണി എൻ്റെ കരളിൻ്റെ കഷ്ണമാണ് ഈ കാണുന്നത്. ഇനി ഇവര് നമ്മളെ ആൾക്കാരൊക്കെ ഇനി നല്ല കമൻറ്റാണ് വരണേ കേട്ടാ. കുറേ എന്തായാലും ഞങ്ങൾ പോവുകയാണ്. ഇൻഷാ അല്ലാഹ് വേഗം വെക്കട്ടെ, ഇനി സമയം ഒരു പടം. ഞാനൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഞാൻ ഇന്നലെ ഇതിന്മേ കയറിയിട്ട് ഞാൻ എന്ത് ചെയ്ത് അയിമത്തെ ഇളനീനൊക്കെ ഇറക്കിയിട്ട് കൊടുത്ത് എല്ലാം പറയാണ്. കാരണം എൻ്റെ മനസ്സിലുള്ളതൊക്കെ ഞാൻ പറയും. അങ്ങനെ ഞാനിത് അയിമൊരു 2, 4, 5 ചെറിയ കരിക്ക് തന്ന് കൊടുത്താൽ എനിക്ക് 50-60 ഉറുപ്പ് കിട്ടും. 50-60 ഉറുപ്പ് കിട്ടും. കണ്ടില്ലേ ആ ചെറുത്, അത് ഞാൻ എന്താ ഇറക്കാൻ ഞാൻ ബാക്കി കൊലക്കി ഇറക്കി. അതിപ്പോൾ ഇറക്കിയാലും ചെറുത് കൊടുത്താലും 50 ഉറുപ്പ് 60 ഉറുപ്പ് കിട്ടും. ഞാൻ എന്തുകൊണ്ടാണ് സംശയം കൊടുക്കുക? അത് ആ ഇളതിനെന്താ ഇറക്കാൻ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് ബ്ലൂസ് നാരങ്ങയുടെ അതിലും വലിപ്പമാവും. ചക്ക പോലത്തെ നാരങ്ങാന്ന് വെച്ചാൽ നാരങ്ങ ആദ്യം 10 രൂപ 10 പൈസക്ക് വിറ്റുകൊണ്ടിരുന്ന സാധനമാണ്. അതത്ര വലുതാവും. കന്നിമത്ത, ചക്കരമത്ത അതിനും വലുതാവും. അങ്ങനത്തെ വലിപ്പമുള്ള സാധനം. അത് കടയിൽ കൊണ്ടു വിട്ടാൽ എൻ്റെ കടയിൽ വിൽക്കച്ച 100-120 ഉറുപ്പ്യ 2 കവറ് വെള്ളം നിറച്ചാൽ 200 രൂപ ഡബിളാക്കിയിട്ട് വെക്കാം. നല്ല വെള്ളമുണ്ട്. ഒരു കുടം ഇങ്ങനെ റൗണ്ടിൽ ചക്ക പോലത്തെ സാധനമാണ്. തള്ളടിക്കാനല്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് ഇന്നലെ ഞാൻ ആ കൊലക്കി ഇറക്കി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത് ആ 6 നടം മാറ്റി നിർത്തി. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ അതിപ്പോൾ എനിക്ക് ഏഹിയാക്ക് കൊടുക്കുക എന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടും. പക്ഷെ നിങ്ങൾ നിങ്ങൾ ചിരിക്കല്ലേ? നിങ്ങൾ ചിരിക്കുമ്പോൾ ആൾക്കാർ നിങ്ങൾ ഈ ചിരി കാണുമ്പോൾ മറ്റുള്ളവർ എന്താ ചിരിക്കറിയോ? ഇപ്പം ലോകം വിട ഞാൻ ചിരിക്കല്ല കേട്ടോ. ഇയാളെ ഈ ഒലക്കത്തെ ചിരി കാണുമ്പോൾ മറ്റുള്ളവർ പലരും തെറ്റിദ്ധരിക്കുകയാണ്. പക്ഷെ ഞാൻ ഇയാളെ ചിരി കാണുമ്പോൾ ഞാൻ എപ്പോഴും ഇയാളെ ചിരി കാണുമ്പോൾ ഞാൻ എൻ്റെ ഏകനായ റബ്ബിനെ സത്യം 200 കിട്ടുമെന്ന് പറയുമ്പോൾ അവർ വിചാരിക്കും തള്ളടിക്കണായിരുന്നു. 4 കിറ്റ് വെള്ളം ഉണ്ടെങ്കിൽ തൈല് വെള്ളം ഉണ്ടെങ്കിൽ 200 കിട്ടുമോ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ 3 കവറ് 2 കവർ എന്ന് പറയും നല്ല വെള്ളമുള്ള സാധനമാണ്. അതൊക്കെ പറയാൻ പറ്റില്ല. ചിലപ്പോൾ 150, 180, 100, 120 ഒക്കെ കിട്ടും. അതൊക്കെ ഉള്ളത് തന്നെയാണ്. പക്ഷെ ബാക്കി 200ന്റെ പരിപാടി എനിക്ക് പറയാൻ പറ്റില്ല. അത് ഞാൻ എൻ്റെ റബ്ബിനെ നോണ അറിയില്ല. 100-120 ഉറുപ്പ്യ 3 കവറൊക്കെ നിറയ്ക്കാം, ചിലപ്പോൾ 2 കവർ നിറയ്ക്കാം. അപ്പോൾ അതുകൊണ്ട് നിർത്തിയതാണ്. ജീവിതത്തിൽ കടന്നു പോയതൊക്കെ നമ്മൾ പറയാം. എന്നോട് ഒരു ഇംഗ്ലീഷുകാരൻ എന്താ പറഞ്ഞാരോ, ഔട്ട് യോർ ഈറ്റിംഗ് ഗിയർ ഇൻ ദ ഹോട്ട് ഇൻ ദ ആർട്ടിടെക്. അത് ഹൃദയത്തിൻ്റെ എല്ലാ വരികളും ഔട്ട് ഓഫ് സ്റ്റൗട്ടിങ് ഹൃദയത്തിന് ആർട്ടിടെക് എന്ന് അറിയാം. എന്തേ അല്ല നിങ്ങൾ പഠിച്ചു, നിങ്ങൾ സ്കൂളിൻ്റെ അകത്ത് പഠിച്ചതല്ല, ഞാൻ പുറത്ത് പഠിച്ചതാ. ഔട്ട് യോ എൻഡിങ് ഓൾ എസ്റ്റ് യു കെൻ ബീറ്റ്. അതായത് നമുക്ക് എന്തുണ്ടെങ്കിലും ഔട്ട് ഓഫ് കവറേജ് ഏരിയ തുറന്ന് പറയാണ്. ഇയാളെ വർത്തനം ഞാനിത് ഇവിടെ ഒന്ന് ചെക്ക് ചെയ്യണത് കേട്ടോ, എന്താണെന്നുള്ളത് അറിയണമല്ലോ. മറ്റേ നമ്മളിത് ബോംബെയിൽ നിന്ന് മേടിച്ചിട്ട് ഇത് അങ്ങനെ കൊണ്ടുപോയിട്ട് അഥവാ അവിടെ വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അതും പ്രശ്നമാണ്. അപ്പോൾ ഞാൻ സ്റ്റീൽ പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഒന്ന് നോക്കട്ടെ, നിങ്ങൾക്കൊക്കെ ഒന്ന് കാണിച്ചു തരാം. 16/9/2025 3000 രൂപയ്ക്ക് മേടിച്ചതാണ്. ഈ ബോക്സ് എടുത്തേക്കും 1 വർഷത്തെ ഗ്യാരണ്ടി ഉണ്ട്. ഇതിന് പുറത്തൊക്കെ ഉണ്ട്. ഇത് കെട്ടേ കെട്ടട്ടോ. ഓക്കെ. പിന്നെ ഞാൻ ആ പറഞ്ഞ ഇളനീന് സംസ്കാരമായിട്ട് പറഞ്ഞില്ലേ, ഇതാണ് ആ പോലുള്ള സാധനം, ചക്ക പോലത്തെ ഇളനീന്. ഇതിൻ്റെ ഇതോടെ ഇത് റൗണ്ടാണ്. ഈ റൗണ്ട് ആകുമ്പോൾ എന്താ പറയുക, ഇങ്ങനെ റൗണ്ടുള്ള ഇളനീൽ ഒരു കുടം വെള്ളം ഉണ്ടാവും. നീളമുള്ളതിലും വെള്ളം ഉണ്ടാവും, ചിലയിൽ വെള്ളം കുറയും. ഇതിൻ്റെ എപ്പോഴും ഇളനീൻ മേടിക്കുമ്പോൾ റൗണ്ട് പോലത്തെ ഇളനീൻ മേടിക്കുക. അതാകുമ്പോൾ എന്താ പറയുക, നിങ്ങൾ ഈ പറഞ്ഞപ്പോൾ നല്ല കുടിക്കാൻ ദാഹം തീരും. ഓക്കെ. ആ ഇളനീൻ്റെ 4 ഇളനീനെ തെങ്ങുമ്പോൾ വെച്ച് ഇതാണ്. ഇതിൻ്റെ വീഡിയോ വേഗം എടുക്കട്ടെ, വീട്ടിൽ കൊണ്ടുപോയി ഞങ്ങൾ ആരും കാണൂലേ. ഇതാട്ടോ സാധനം ഞാൻ തുറന്നിട്ടുണ്ട്. ഇതാണ് സംഭവം. ഇത് നിങ്ങൾ മേടിച്ചോളി. കാരണം എന്താ പറയുക, നമുക്കൊക്കെ വീട്ടിൽ പെട്ടെന്ന് മക്കൾ സ്കൂളിൽ പോകുമ്പോഴും പിടിക്കുമ്പോഴും അതുപോലെ പെട്ടെന്നൊക്കെ ഗ്യാസ് തീരുമ്പോഴും എൻ്റെ വീട്ടിലുണ്ട്. എൻ്റെ അടുത്ത് 2 AC കുക്കുണ്ട്. കറണ്ട് ബില്ല് കുറച്ച് കൂടും. പക്ഷേ ഞാൻ മിക്കവാറും എൻ്റെ പെണ്ണുങ്ങൾ അവിടെ ഗ്യാസ് ഇട്ടാൽ തീരും. അത് തീരുമ്പോഴൊക്കെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓളായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കുറച്ചേരം സംസാരം ഉണ്ടാവും. കാരണം വെച്ചാൽ എൻ്റെ സ്നേഹിതമുണ്ട് കുറ്റിപ്പുറത്ത്, മറ്റേ കടറ പേര് ഞാൻ മറന്നു, അഫ്സൽ എന്നാണ് പേര്. ഓനക്ക് ഞാൻ ഇന്നലെ കുറേ വിളിച്ചു. മരുവിൻ്റെ സമയം. അപ്പോൾ ഓന് പള്ളിക്കലാകാനും എടുത്തില്ല. അപ്പോൾ ഞാനിത് ഓൻ്റെ അടുത്ത് ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട്, എന്താണ് നാട്ടിൽ ഇതിൻ്റെ വില നടക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓനക്ക് വിളിച്ചിരുന്നു. അവിടെ കിട്ടുന്നുണ്ടെങ്കിൽ ആ വിലക്ക് കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടുന്ന് ഇടങ്ങാറായി കൊണ്ടുണ്ടല്ലോ. അപ്പോൾ ഓനക്ക് വിളിച്ച് കിട്ടില്ല. അങ്ങനെ ഞാൻ മേടിച്ചതിന് ശേഷം പൊന്നോക്ക് തിരിച്ചു വിളിക്കണം, എന്താ മാനാക്കാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പൊന്നാറ അഫ്സല ഇങ്ങനെ ഒരു സംഭവം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ആദ്യം കൊണ്ട് ചോദിച്ചാൽ എന്താ അതിൻ്റെ വില. ഓൻ പറഞ്ഞാൽ ഇവിടെ 3000-3200 രൂപയൊക്കെ ഉണ്ട്, ഒക്കെ ആ വിലക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ നാട്ടിലും ആ വിലക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അഫ്സലോണ്ട് പറഞ്ഞാൽ പൊന്നാറ അഫ്സല ഞാനത് മേടിക്കൽ കഴിഞ്ഞ് അനക്കാച്ചി വിളിച്ചിട്ട് എടുക്കേണ്ട ചാച്ച പള്ളിക്കലേക്ക് നിസ്കരിക്കാൻ പോയപ്പോൾ പിന്നെ ആ ഒരു ഇതിൽ അനക്ക് എടുക്കാൻ പറ്റില്ല. ഇനി എന്തായാലും ഇത് ഓണാക്കാൻ പോവുകയാണ്. ആദ്യം ഒന്ന് ഓണാക്കി, അറിയാതെ ഓണാക്കി പോയി. എന്നാലും ഓണാക്കാൻ പോവുകയാണ്. എന്തായാലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. ഇത് ഓണായിട്ടാ. അപ്പോൾ ഇനി ഇത് വെക്കുക.
ഇത് വെച്ചിട്ടാണ് ഓണാക്കാവുള്ളൂ. വാച്ച് ബിസ്മില്ലാഹ്. പിന്നെ വേറെ കാര്യം, ഇത് ഈ ഈസി കുക്ക് മേടിക്കുക. എന്താ പറയുക, ഇതിൻ്റെ PC കുക്കാണോ എന്ത് കുക്കാണാവോ, ഇതിൽ ഏത് സാധനം നിങ്ങൾ സ്റ്റീൽ പാത്രം അലുമിനിയം പാത്രം എന്ത് വേണമെങ്കിലും ഇതിൽ വെച്ചോളി. ഈ പുറത്തുള്ളത് അങ്ങനത്തെ സാധനം മേടിക്കാവുള്ളൂ. കുറച്ച് പൈസ പോയാലും കുഴപ്പമില്ല, ഗ്യാരണ്ടി കാർഡാണ് 1 വർഷം. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഉണ്ട്. അപ്പോൾ ഇനി ഇത് ഓണാക്കാൻ പോവാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി റഹ്മാനായ റബ്ബേ അല്ലാഹുവേ. 1 വർഷത്തെ ഗ്യാരണ്ടിയാണ്. പക്ഷേ ഏകദേശം 10-15 കൊല്ലം ഇതിന് നീണ്ടു നിൽക്കണം. ഒരു ആപത്തും വരുത്തരുത് റബ്ബേ. കാരണം കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കാനും പിടിക്കാനാണ്. പെട്ടെന്ന് ഒന്നും സംഭവിക്കരുത്. കാരണം 1 കൊല്ലത്തെ ഗ്യാരണ്ടി ആണെങ്കിലും ശരി, ഏകദേശം അള്ളാഹ് 15 കൊല്ലത്തിനുള്ള ഗ്യാരണ്ടി തരണം. ഞാൻ ഓണാക്കാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഓണായി. ഇത് ഓണായിട്ടാ. ഇനി ഇത് തിരിച്ചു കൊടുക്കല. നമുക്ക് ആവശ്യമുള്ള എത്ര വേണ്ട വെച്ചാൽ. ഇവിടെ തിരിയണില്ലല്ലോ. തിരിയുന്നുണ്ട്. ഇത് എങ്ങനെയാണോ അത് ഇതാണോ ഉണക്ക്? ആവുണ്ട്. ഇതാണ് സംഭവം. ഇത് നമ്മൾ എത്ര വേണ്ട കൂട്ടി കൊടുക്കുക. കണ്ടില്ലേ 1000 1200 വാട്ട്സാണ്. അപ്പോൾ നമ്മൾ ഈ 1000 വാട്ട്സ് ഇതവിടെ വേഗം ചൂടാവുന്നുണ്ട്. ഇത് കുറക്കാം. നിങ്ങൾക്ക് ഇനിയിപ്പോൾ സ്പീഡ് കുറക്കണമെന്നില്ല. ഇതാണോ അല്ലേ, ഇത് ഇവിടെ അങ്ങനെ തിരിച്ചു കൊടുക്കില്ല. ഓക്കെ. ഇപ്പോൾ ഇത് നമുക്ക് 1200 വാട്ട്സിന് വിട്ട് വെക്കുക. ചൂടാവട്ടെ. ഞാൻ ഇവിടെ കട്ടാക്കി. പിന്നെ ഇത് ഭയങ്കര ചൂടാവും. ഇത് ഭയങ്കര ഹീറ്റാവുന്ന സാധനമാണ്. അപ്പോൾ ഇതുകൊണ്ട് കാണി ഇവിടെ തീ കണ്ടില്ലേ. ഇത് ഈ സാധനം അങ്ങനെ ഒരു കാര്യമുണ്ട്. കുട്ടികളോട് പോയിട്ട് അറിയാതെ പോയിട്ട് ₹190 received on phone pay. ഇതിന് പൈസ ചാടി മാഷാഅല്ലാ. അപ്പോൾ കുട്ടികളോട് പോയിട്ട് ഇതിമ്മ പോയി കയ്യൊക്കാനൊന്നും പറയരുതിട്ടാ. ഇത് ഭയങ്കര ചൂടാവണ സാധനമാണ്. അവിടെ കാണാൻ തീയാണ് കത്തണത്. അങ്ങനെ പെട്ടെന്ന് ഹീറ്റാവണ സാധനമാണ്. അപ്പോൾ എന്തായാലും ഇവിടെ ചൂടായിട്ടുണ്ട് വെള്ളം. ഇനി അത് കൂടുതൽ നീട്ടിക്കൊണ്ടുപോകണില്ല. ഇത് എത്ര വേണമെങ്കിലും കുറക്കുക. പിന്നെ ഓരോന്നിനും ഓരോ പേരുണ്ട്. ഇന്നത്തെ മേടിച്ചോളേ. പിന്നെ ഈ സാധനം ഇതെന്താ അറിയോ, ഇതിപ്പോൾ നമുക്ക് ചപ്പാത്തി ചുടണം എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും പത്തിരി എന്തെങ്കിലും ചുടണം എന്നുണ്ടെങ്കിൽ ഇത് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പത്തിരി എന്ത് വേണമെങ്കിലും. പിന്നെ കറണ്ട് ബില്ല് കൂടും. നമുക്കത് എന്തെങ്കിലും എമർജൻസിക്ക് എന്തെങ്കിലും വല്ല ഗസ്റ്റ് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ എൻ്റെ വീട്ടിലുണ്ട്. ഞാൻ കാരണം വെച്ചാൽ ഒന്ന് പെട്ടെന്ന് കേടുവരുമ്പോൾ, പക്ഷേ അതിൽ ചില കംപ്ലൈൻറ്റ് വന്നപ്പോൾ ഒന്ന് മേടിച്ചുകൊണ്ട് വേണം. ഇൻഷാ അല്ലാഹ് എന്നോട് ഇഷ്ടപ്പെട്ടവർ എനിക്ക് ലൈക്ക് തരിക, സബ്സ്ക്രൈബ് തരിക. ഇതുപോലെ പലതും ജീവിതചരിത്രങ്ങളുമായി വീണ്ടും കടന്നു വരും. എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ ലൈക്ക് ആകെ ഒരു 10-15 ലൈക്ക് കിട്ടണുള്ളൂ. അതെങ്കിലും തരുന്നുണ്ടല്ലോ മാഷാ അല്ലാഹ്. അല്ലാഹുവേ ആ 15 ലൈക്ക് തരുന്നവരെ സ്വർഗത്തിലേക്ക് കടത്തി വിടണ റബ്ബേ. ബാക്കിയുള്ള ഞാൻ എവിടുക്കാച്ച എൻ്റെ കൂടെ പോകുന്നട്ടെ മാഷാ അല്ലാഹ്. എൻ്റെ കാണി മാഷാ അല്ലാഹ്. ഇത് തിളച്ച് മരണ സമയത്ത് രവേട്ടൻ വന്ന്. എന്താ രവേട്ട പാട്? സാധനം കുഴപ്പമൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് എത്ര വേണം? 5 എണ്ണം. രവേട്ട 5 എണ്ണം വേണമെന്ന് അറിയണ്ട്. കറണ്ട് ബില്ലും കൂടുന്ന കണ്ടിട്ട് തിളച്ച് പറയുന്നുണ്ട്. കുഴപ്പമില്ല. ഇത് കുഴപ്പമില്ല. അത്യാവശ്യം അവനെ കാര്യങ്ങളൊക്കെ നടക്കും. ഇല്ലേ രവേട്ടോ? ഇതിപ്പോൾ ഞാൻ തൽക്കാലം ചെക്ക് ചെയ്യാൻ വേണ്ടി നാട്ടിൽ കൊണ്ടുപോകണം. ഇനിയിപ്പോൾ അതിൽ ബേക്ക് വെള്ളം തിളച്ച് മറിയാണ്ട് ചായപ്പൊടിയൊക്കെ ഇട്ട് എൻ്റെ രവേട്ടൻ വന്നിട്ടുണ്ട്. ആദ്യം ഇതിന് പഞ്ചസാര ഇതൊക്കെ എടുത്തിട്ട് രവേട്ടൻ എനിക്ക് കുടിപ്പിക്കാൻ കൊടുക്കുകയാണ്. ഒരുപാട് കൊല്ലം നിൽക്കണട്ടാ. അഥവാ വേഗം കേടെന്നാൽ ഞാൻ രാവിട്ടെ. ഞാൻ എപ്പോഴും പറയണ്ട, ഈ മനുഷ്യനാണ് എൻ്റെ ഇവിടെ. രവേട്ടൻ നല്ല മണിക്കൊക്കെയല്ല മാഷാ അല്ലാഹ്. കട്ടൻ ചായ ഉണ്ടായിട്ടാ ചോനഞ്ഞ ഒരുപാട് കാലം വീണ്ടും എന്നാൽ മതി. രവേട്ടനും ഞാനും കൂടി കുറച്ച് കട്ടൻ ചായ കുടിക്കട്ടെ. രവേട്ടൻ അങ്ങനെ വരവില്ല. സമയം കിട്ടുമ്പോൾ അത്രയും ഒന്ന് കാണാൻ വരും. ഇനി ഇത് ഓഫാക്കട്ടെട്ടാ. ഇത് ഓഫാക്കി ഇത് 2200 വാട്ട്സാണ്. പിന്നെ എത്ര വേണം നമ്മൾ കുറക്കാം അതിനനുസരിച്ചിട്ട്. ഇനി ഇവിടെ ഓഫാക്കണം. ഈ നാട്ടിൽ കൊണ്ടുപോയിട്ടാ എല്ലാവരോടും. ഓരോ മനുഷ്യൻ റോട്ടുമ്പോൾ കൂടെ വയ്യും. ഇതാണ് ഓരോ മനുഷ്യൻ്റെ അവസ്ഥ. റബ്ബേ, നമ്മളെ കാര്യങ്ങളൊക്കെ എന്തെങ്ങോട്ടൊക്കെ പറയാം. ആ മനുഷ്യൻ്റെ കയ്യും കാലൊക്കെ പോയിട്ട് തിരിഞ്ഞളിക്കുന്ന നിങ്ങൾ കണ്ടില്ലേ ചോനെ. നമുക്ക് പടച്ച എല്ലാം തന്ന് എന്നിട്ടാണ് നമ്മളിങ്ങനെ അഹങ്കരിക്കണ ഓരോന്ന്. എല്ലാവരും കാത്ത് രക്ഷിക്കട്ടെ. ഓരോരുത്തർക്ക് കയ്യില്ല, കാലില്ല, ഓരോരുത്തർക്ക് നടക്കാൻ വയ്യ, ഓരോരുത്തർ തിരിഞ്ഞിട്ടും കിടന്നിട്ടൊക്കെയാണ് ഇപ്പോൾ പോയത്. ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണാൻ വേണ്ടി വീഡിയോ എടുത്ത് വിട്ടതാ. പഠിച്ചാൽ നമുക്ക് എല്ലാം താഴ്ത്തി വരുമ്പോഴാണ് നമ്മൾ എല്ലാ തെറ്റും ചെയ്യണേ. കയ്യാത്തവരൊക്കെ ഒരവസ്ഥ നോക്കുകയാണ്. സുഹൃത്തുക്കളെ, വണ്ടിയിൽ ആളെ ഡ്രോപ്പ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടോ? പാസഞ്ചർ വണ്ടിയല്ല, എന്നിട്ടും അയാളുടെ അപാര ധൈര്യം തന്നെ. ഒരേ ചവിട്ടലിൽ എല്ലാവരും ഒന്നിച്ച് ഇറക്കി അയാൾ സ്ഥലം വിട്ടു. ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ ഓരോന്നായിട്ട്
പതുക്കെ പതുക്കെ എണീച്ച് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും പെട്ടെന്ന് ഒരു സ്റ്റോപ്പിൽ നിന്ന് എല്ലാവരും ഇറക്കണമെങ്കിൽ ഇതുപോലെ ഒന്ന് വീശി ഒടിച്ചെടുത്താൽ മതി. ആൾക്കാരെല്ലാം ഒന്നിച്ചിറങ്ങിക്കോളും, തനിയെ ഓരോന്നോരോന്നായിട്ട് എണീച്ച് പോയിക്കോളും, ഒരു പ്രശ്നങ്ങളും ഇല്ലാണ്ട്. ഓക്കെ ഗൈസ്, ഞങ്ങൾ മീൻ കൊടുക്കുന്നതാണ്. നാളെ നാട്ടിൽ പോകണം. അപ്പം എൻ്റെ പണിക്കാരൻ കുട്ടി പറഞ്ഞ് ഇത് മേടിച്ചിട്ട് കറി ഉസാറാക്കുള്ള പരിപാടിയാണ്.